ഇളിച്ച് കാണിക്കാതെ അടിക്കണോ? അടിച്ചോണ്ടിരിക്കുമല്ലോ പിന്നെ. പെട്ടിയാണേ എന്തോ എന്റെ മോൻ വന്ന് കേട്ടോ. നീ അറിഞ്ഞോ? ഞാൻ കാണുകയും ചെയ്തേ. ഇവിടെ ആരാണ്ടൊക്കെ പറഞ്ഞു കേട്ടില്ല, അവൻ ചത്ത് മണ്ണടിഞ്ഞു പോയെന്ന്. അവൻ വീട്ടിലുണ്ട്. ബാലേട്ടാ, ഈ ദാസേട്ടൻ ഓർക്കത്തി ഭയങ്കര കൂർക്കം വലിയാ. ദാസേട്ടന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കൂർക്കം വലിക്കുമ്പോഴും ഒരേ ശബ്ദ. വിളിക്കണു. ആരാണോ ഈ പാതിരാത്രിക്ക്? അശ്വതി എന്നോട് കയർത്തപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാനങ്ങനെ ചെയ്തു പോയതാ. നിങ്ങൾ ബാലനാണെന്ന് കൂടി അറിഞ്ഞപ്പോ നിങ്ങളെയൊക്കെ കണ്ട് എനിക്കൊന്ന് നേരിൽ സംസാരിക്കാൻ തോന്നി. അത് തകരിക്കാം. വേണ്ട, അച്ഛനെ ഉണർത്തണ്ട, നമുക്കങ്ങോട്ട് മാറി സംസാരിക്കാം. വാ വാ, ഇവരൊക്കെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ആ, നമ്മളൊക്കെ മരിച്ചു എന്ന് കരുതിയ ബാലനായത്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ. ദാ ജീവനോടെ കണ്ടോ. ഏതായാലും ബാലന്റെ അച്ഛൻ ഭാഗ്യവാനാ. എന്റെ മോന്റെ ശവം പോലും കാണാനൊത്തില്ലല്ലോ എന്നായിരുന്നു മൂപ്പിലാന്റെ വിഷമം. അതും നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അടിച്ചൊതുക്കണ രണ്ടിനും. തൊട്ടുപോകുന്ന മക്കളെ, ആർക്കടാ പട്ടികളെ തന്റെ ഉണ്ടെ കാണണ്ടാ കൊന്നളി ഞാൻ. എന്റെ മക്കളുടെ ദേഹത്തേക്കാണ് തൊട്ട എല്ലാത്തിനും അരിഞ്ഞുകളെ ഞാൻ. ഇറങ്ങാ പുറത്ത്. മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ അവൻ പിടിച്ചിറക്കണോ? വേണ്ട. ഒന്ന് മാറുക. ആരാ? എന്താ മനസ്സിലായില്ല? ഞാനും അങ്ങനെ കാണാൻ ചെന്ന വീട് പൂട്ടിയിട്ടിരിക്കുക. രാവിലെ തന്തയും മോളും കൂടെ എങ്ങോട്ടോ തെണ്ടാൻ പോയി. പിന്നെ എവിടുന്ന് വരുവാ? വരൂ ചേച്ചി. തുണി തിരുമ്പ്. ഇതെങ്ങടാ ഈ തുള്ളിച്ചാടി പോണേ? അവിടെ ബാലം വന്നവരെ നിനക്കറിയില്ലേ? പിന്നെന്തിനാ ഓരോരുത്തരെ കെട്ടിവരുന്നില്ല ഇങ്ങോട്ട് കൊണ്ടുവരണേ? ചേച്ചി, ഇത് പ്രശ്നം വേറെയാണ്. മരിക്കണേന് മുമ്പ് എന്റെ കുട്ടിയുടെ കല്യാണം കാണാൻ പറ്റുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ അവളുടെ ബാലം വന്നത്. അവന് വേണ്ടിയിട്ടുള്ള അവളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അപ്പോഴും അവന്റെ ഒരു അയ്യോ ചേച്ചി, ഇത് പ്രശ്നം വേറെയാണ്. എനിക്കൊരു പ്രശ്നവും കേൾക്കണ്ട. അച്ചു പോ. ചേച്ചി പറഞ്ഞു കേട്ടോ. പോകാൻ പറഞ്ഞ ആട്ടി കൊണ്ടാലേ സമാധാനം. ഒന്നും പറഞ്ഞില്ല. ആരുടെ കാര്യം പറഞ്ഞത്? ഒന്നും പറയണ്ട എന്റെ സാറേ. ആ സ്ത്രീക്ക് ഒരു മോളുണ്ട്. എത്രയോ കല്യാണ ആലോചനകൾ കൊണ്ടുവന്നാണ് ഞാൻ. അന്നൊക്കെ എനിക്ക് തല്ലും മുളകുള്ളൂ. അതെന്താ? അപ്പണി സ്വപ്പ വട്ട. ഇതിന്റെ ഇടയ്ക്ക് പണ്ടൊക്കെ നാട് വിട്ട് ഒരു ബാലൻ വന്നു. അവക്ക് പിന്നെ വേറെ ഒരു കല്യാണവും വേണ്ട, ബാലനെ തന്നെ മതി. അതിരിക്കട്ടെ, സാർ ഈ ലീലാവതി അമ്മയെ അന്വേഷിച്ച് തന്നെയാണോ വന്നത്? അല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വരവ് കുറച്ചുകൂടി നേരത്തെ ആവായിരുന്നു. ഈ സ്നേഹബന്ധം എന്നൊക്കെ പറയില്ലേ, അതിന്റെയൊക്കെ ഒരു വില മനസ്സിലാക്കുന്നത് തന്നെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട ശേഷം. അച്ഛനെ പേടിച്ചിട്ടായിരുന്നോ ബാലേട്ടൻ ഇതുവരെ വരാതിരുന്നത്? ആ, ഒന്ന് പറഞ്ഞ പേടി തന്നെയായിരുന്നു. എന്റെ പ്രാർത്ഥനയാ ബാലേട്ടനെ ഇവിടെ കൊണ്ടുവന്നത്. ആ പിന്നെ എല്ലാരും ചോദിക്കുക നമ്മുടെ കല്യാണം എന്നാണെന്ന്. ഇനി ചോദിക്കുന്നവരോട് പറയണം, 60-ാം കാലത്ത് പല്ലും നഖമൊക്കെ കൊഴിഞ്ഞ് മുടിയും നരച്ച് ഷഷ്ടിപൂർത്തിയും കല്യാണവും ഞങ്ങൾ ഒരുമിച്ചാണ് നടത്താൻ പോകുന്നത്. എന്താ പോരെ? നിർത്തിക്കളഞ്ഞേ, പിടിച്ചോ, എത്ര വേണമെങ്കിലും പിടിച്ചോ. ഇനി കല്യാണത്തിന്റെ കഥ നീ തന്നെ ഉണ്ടാക്കി.
അശ്വതി. ഏയ് അശ്വതി. നിങ്ങൾക്ക് എന്ത് വേണം? ഇങ്ങനെ നോക്കി നിൽക്കാൻ നാണല്ലേ മനുഷ്യ? താൻ ആരാ? തനിക്ക് എന്താ അറിയേണ്ടത്? എന്റെ പേര് അശ്വതി, അതെന്റെ ബാലേട്ടൻ. ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു, കല്യാണവും കഴിക്കും. പോരെ? ഞാൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞുതരാം. വാടി ഇവിടെ. അയ്യോ മോളെ, എന്താ ഇത്? ആരാടാ നീ? മോളെ ആരാണെന്ന്? വളർത്തുമ്പോ നേരം വണ്ണം വളർത്തിക്കോണം. നായ്ക്ക് ഭ്രാന്ത് വന്ന വെടിവെച്ചു കൊല്ലാം. ഈ പ്രായത്തിൽ പെമ്പിള്ളാർക്ക് ഭ്രാന്ത് വന്നാലേ ആണുങ്ങളുടെ കൈ ധരിച്ചെന്ന് വരും. ഛീ, എന്റെ മോളെ കുറിച്ച് പറയാൻ നീ ആരാടാ? എന്റെ മോനാകെ മരുമകനോ? ഞാൻ പറയട്ടെ. മിണ്ടരുത്, നീ ഒന്നും പറയണ്ട. നീ ആരടാ പറയട്ടെ. പട്ടി? ഞാൻ പറഞ്ഞില്ലേ? കുറെ നേരം ആരടാ നിന്റെ പ്രസംഗം തുടങ്ങിയിട്ട്? ഇവളെ നടു റോഡിലൂടെ വലിച്ചടിച്ചുകൊണ്ടാ നീ ആരടാ പുല്ലേ? അവനെ കൊണ്ട് ഞാൻ പറയുക. എന്റെ അശ്വതി തുടർ നീ ആരാ? ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. നീ ആരാ? അതൊന്നും ചെയ്യില്ല. അകത്ത് പോ. ദാ. പട്ടി കൊല്ലുവാ. പിടിച്ച് മാറ്റ. എല്ലാ ദൈവങ്ങളുടെയും കാല് പിടിച്ചിട്ടാ എന്റെ മോനെ തിരിച്ചു കിട്ടിയത്. ഏതോ ഒരുത്തിന് അവനെ തല്ലുന്ന കണ്ടിട്ട് നോക്കി നിൽക്കാമോടാ പട്ടികളെ. അടിച്ചു കൊല്ലണവനെ. അടിയടാ. ഒറ്റനോട്ടത്തിൽ ഈ പെൺകുട്ടിയെ കണ്ടപ്പോ എന്റെ പെങ്ങളാന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഒരു ചേട്ടന് കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്ത ഞാൻ എൻ്റെ പെങ്ങളെ വളർത്തിയത്. പക്ഷേ അവൾ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് മറ്റൊരാളോടൊപ്പം പോയി. അന്നു മുതൽ അവിടെ പ്രായത്തിലുള്ളവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല.